ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ PSCയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. 420/2025 കാറ്റഗറി നമ്പർ. ഡിസംബർ 3 ലാസ്റ്റ് ഡേറ്റ്. അതുപോലെ തന്നെ ഇത് മെയിൽസിനുള്ള ഒരു പോസ്റ്റാണ്, ഫീമെയിൽസിനുള്ള പോസ്റ്റ് അല്ല. സോ ഫീമെയിൽസ് കാണുന്നെങ്കിൽ നിങ്ങളുടെ മെയിൽസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം. ഇതിന്റെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 3 പറഞ്ഞു. അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ 420/2025 ഇതിന്റെ കാറ്റഗറി നമ്പർ. PSCയുടെ സൈറ്റിൽ കൂടി PC തുളസി പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. താല്പര്യമുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക. ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസ് ആണ് ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ്. നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്നാണ് പോസ്റ്റിന്റെ നെയിം. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 27,900 രൂപ മുതൽ 63,700 രൂപ വരെയാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്, കൂടാം കുറയാം. എത്രയാണെന്ന് കറക്റ്റ് വേക്കൻസി ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഈ പോസ്റ്റിന് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ ഫീമെയിൽസിനൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സോ മെയിൽസിനുള്ളൊരു പോസ്റ്റാണ് ഈ വന്നിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് വെച്ചാൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സിനാണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ 18 വയസ്സ് മുതൽ 36 വയസ്സ് എന്ന് പറയുമ്പം കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 1989നും 1/1/2007 ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. ഈ രണ്ട് ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. ഈ ഡേറ്റിൽ ജനിച്ചവർക്കും ഈ ഡേറ്റിന്റെ ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ SC/STക്കും അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അങ്ങനെയുള്ളവരൊക്കെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഫുള്ളി വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ്. അതായത് 10ാം ക്ലാസ് പാസ്സായവർക്ക് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്, ഐസൈറ്റ്, അങ്ങനത്തെ കുറെ റിക്വയർമെന്റ്സ് ഉണ്ട്. യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതൊക്കെ ഇരുന്ന് ജസ്റ്റ് വായിക്കുക. നമുക്ക് എല്ലാവരും ഇപ്പം ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ഇതും കൂടെ ഒക്കെ നോക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.